എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാൽ കപ്പയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ കപ്പ വേവിക്കും, കപ്പ പുഴുങ്ങിയെടുക്കും. അപ്പോൾ അതിനെക്കാട്ടിലും ഒക്കെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ പാൽക്കപ്പ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 350 ഗ്രാം കപ്പ അരിഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തുറന്ന് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഇടികല്ലിലേക്ക് 3-4 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, നമ്മളിവിടെ ഉണ്ടമുളകാണ് എടുത്തിരിക്കുന്നത്, നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇത് മണമില്ലാത്ത ഉണ്ടമുളകാണ്, അതായത് ഒരു നാട്ടിലൊക്കെ ഒരു മണമുള്ള ഉണ്ടമുളക് കിട്ടുമല്ലോ, അതല്ല ഇത്, നല്ല എരിവാണ്. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പ പെട്ടെന്ന് തന്നെ വെന്ത് വന്നു. അപ്പോൾ ഈ വെള്ളം നമുക്കിനി വേണ്ട, അതൊന്ന് ഊറ്റിക്കളയാം. ഒരു സ്ട്രെയിനറിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് കപ്പ മാത്രമായിട്ട് നമുക്കിനി വേണം. അപ്പോൾ ആ ഒരു കപ്പ പെട്ടെന്ന് തന്നെ വേവുന്ന കപ്പയാണെങ്കിൽ നമുക്ക് ഈസിയാണ്. കപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ ഒരു കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 കപ്പ് തേങ്ങാപ്പാലാണ്. ഒരുപാട് കട്ടിയുള്ളതുമല്ല, ഒരുപാട് കട്ടി കുറവുള്ളതുമല്ല, മീഡിയം പരുവത്തിലുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ 350 ഗ്രാമാണ് കപ്പ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു 2 കപ്പ് മതി, അരമുറി തേങ്ങയുടെ പാല് മതി. കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഈ കപ്പ ഇതിൽ കിടന്ന് വേവണം. നമ്മൾ 3/4 വേവായപ്പോഴാണ് കപ്പ കോരി മാറ്റിയത്. ആ തവി വെച്ചിട്ട് കപ്പ ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇനി നമുക്കിത് കുറുക്കി നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് താളിച്ച് ചേർക്കണം. അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ കടുകും ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടി താളിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക. കടുക് താളിച്ച് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പാൽക്കപ്പയുടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻകറിയാണ്. നല്ല മുളക് ചേർത്ത മീൻകറിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. പിന്നെ ചിക്കനും ബീഫ് കറിയൊക്കെ വെച്ചാലും നല്ലതാണ്, പക്ഷേ എന്നാലും മീൻകറിയാണ് ഒന്നുകൂടെ നല്ലൊരു കോമ്പിനേഷൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കുറുകി നല്ലൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇന്നിവിടെ സെർവ് ചെയ്യുന്നത് നല്ല മുളക് ചേർത്ത മീൻകറിയും പിന്നെ മത്തി പൊരിച്ചതിൻ്റെയും കൂടെയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്